നിങ്ങൾ അബ്രോഡ് സ്റ്റഡി പ്ലാൻ ചെയ്യുന്നവരാണോ എന്നുള്ള ക്ലീഷ ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് നഴ്സിംഗ് പെർസ്യൂ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കട്ടോ. ടോപ്പ് യൂണിവേഴ്സിറ്റീസും അവരുടെ സ്റ്റുഡൻസിന് കൊടുക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അവർക്ക് സ്കോളർഷിപ്പോട് കൂടി ഇവിടെ വന്ന് അവരുടെ നഴ്സിംഗ് സ്റ്റഡീസ് ഫിനിഷ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, നഴ്സിംഗിന് മാത്രമേ ഉള്ളൂ സ്കോളർഷിപ്പ്? നോ, നിങ്ങൾക്ക് വേറെ കോഴ്സസ്, അതായത് ഈ PG ചെയ്യുന്നവരാണെങ്കിലും BCom പോലുള്ള കോഴ്സസ് ആണെങ്കിലും അവർക്കും കിട്ടും 2000 to 5000 പൗണ്ട്സ് വരെ സ്കോളർഷിപ്പ്. നഴ്സിംഗിനാണെങ്കിൽ അപ് ടു 10,000 പൗണ്ട്സ് വരെ അത് പോകും. നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഫൈനൽ ഇയർ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് NMC പിൻ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടുത്തെ എക്സാംസ് എല്ലാം ഫിനിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് NMC പിൻ കിട്ടും. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ വർക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, വെദർ ഇൻ NHS ഓർ പ്രൈവറ്റ് സെക്ടർ. ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ടോപ്പ് യൂണിവേഴ്സിറ്റീസിൽ നിന്നുള്ള 10+ ഡെലിഗേറ്റ്സ് സ്റ്റെർലിംഗ് സ്റ്റഡി അബ്രോഡിന്റെ ഔട്ട്ലെറ്റിലേക്ക് വരുന്നത്. സോ നിങ്ങൾക്ക് ഫേസ് ടു ഫേസ് കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റും. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്, എങ്ങനത്തെ ഡൗട്ട് ആണെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. മാത്രമല്ല, സ്റ്റെർലിംഗ് സ്റ്റഡി അബ്രോഡ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് നിങ്ങളുടെ പാർട്ട് ടൈം ജോബിന് വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസും നിങ്ങളുടെ വിസ അസിസ്റ്റൻസും എല്ലാമാണ്. അതുകൊണ്ട് ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. നിങ്ങൾ നഴ്സിംഗ് പെർസ്യൂ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും സ്റ്റെർലിംഗ് സ്റ്റഡി അബ്രോഡിനെ ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യാം.